ദേവു ഒന്ന് അടങ്ങി കിടന്നേ. ഒരു ചെറിയ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഫുള്ളും അറിയിക്കാൻ വേണ്ടിയിട്ട് കരുതുന്നത്? ആൾക്കാരുടെ വിചാരിക്കാൻ നിന്നെ കൊല്ലാൻ വരാണെന്ന്. അടങ്ങി കിടന്നേ. നിനക്കങ്ങനെ പലതും പറയാം, പക്ഷെ എന്നെല്ലാം കുത്തുന്നത് എനിക്ക് അതിന്റെ പെയിൻ അറിയാം. എന്റെ കൊച്ചേ, അതിന് അത്രക്ക് പെയിനൊന്നുമില്ല. ചെറിയ ഇഞ്ചക്ഷനാണ്. മരുന്ന് കുടിച്ചിട്ട് കാര്യമില്ല. നിന്നെന്താ പൂച്ച മാന്തിയതല്ലേ, അപ്പൊ പോയിസൺ കയറും. അതുകൊണ്ട് ഇഞ്ചക്ഷൻ എന്തായാലും നിർബന്ധമാണ്. എന്താ സിസ്റ്ററെ, ഭയങ്കര സൗണ്ട് വരുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? പുറത്തുള്ള പേഷ്യൻസിന് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഡോക്ടറെ, ഈ കൊച്ചിന് ഇഞ്ചക്ഷൻ അടിക്കാൻ പേടി, അപ്പൊ അവള് സൗണ്ട് ഉണ്ടാക്കിയാണ്. തീറ്റി എന്തായാലും അടിക്കണം, അല്ലെങ്കിൽ പോയിസൺ കയറുമല്ലോ. ആ കൊച്ചെന്താ പറയണെന്ന് വെച്ചാല് അവൾക്ക് മരുന്ന് മതി, ഇഞ്ചക്ഷൻ അടിക്കണ്ടെന്ന്. തനിക്ക് ഇഞ്ചക്ഷൻ അടിക്കാൻ പേടിയോ? നീ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. നിനക്ക് എത്ര ഏജ്? എത്രയും? എനിക്ക് ഡോക്ടർ 20 വയസ്സായി. എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര പേടിയാണ് ഇഞ്ചക്ഷനോട്. മരുന്ന് ഞാൻ ഇത്ര വാണിനും കുടിക്കും, ഇഞ്ചക്ഷൻ അടിക്കാൻ ഭയങ്കര പേടിയാണ്. ഡോക്ടറെ, ഈ ഇഞ്ചക്ഷൻ കാട്ട്, ഞാൻ അടിച്ചോണ്ട്. എടാ, താൻ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഉറുമ്പടിക്കണ വേദന. പൂച്ച മാന്തുകൊണ്ട് പോയിസൺ കയറും, അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചക്ഷന്. താൻ വിചാരിക്കുന്ന പോലെ അത്ര പെയിനൊന്നുമില്ല. താൻ ഇന്ന് കണ്ണടിച്ചിട്ട് ഞാൻ പതുക്കെ ഇഞ്ചക്ഷൻ അടിച്ചോളാം. ഓക്കെ? ഇപ്പൊ പെയിനുണ്ടോ? ഇത്രയേ ഉള്ളൂ. നീ ഇനി അടുത്ത ആഴ്ച വാ, ഞാൻ അടിച്ചോണ്ട്. ഇഞ്ചക്ഷന് പേടിക്കണ്ട കേട്ടോ. ദേവപ്രിയ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. താനെന്താ ക്ലാസ്സിൽ ഉറങ്ങണോ? ക്ലാസ് ഒന്നും ശ്രദ്ധിക്കണില്ലേ? സാറേ, ഞാൻ ഓർമ്മിക്കുന്നില്ല, ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഓ, അങ്ങനെയാണല്ലേ. എന്നാൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിനുള്ള ആൻസർ പറഞ്ഞാൽ തനിക്ക് ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ക്ലാസ് കഴിയണ വരെ നീ നിൽക്കണ്ടേ. ഓക്കെ? എന്താണ് റോബോട്ടിക്സ്? എന്തേ, നിനക്കെന്താ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലേ? നീ ക്ലാസ് കഴിയണ വരെ നിന്നാൽ മതി. എന്നിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കും. നിന്റെ മൈൻഡ് ഇവിടെ ഒന്നല്ല, നീ എന്തൊക്കെ ആലോചിച്ചു കൂട്ടണം. എന്തേ ദേവു നിനക്ക് പറ്റി? നീ ക്ലാസ്സിൽ അങ്ങനെ ഒന്നല്ലല്ലോ, ഫുൾ ശ്രദ്ധിക്കുന്നതാണെന്തേ? ഞാൻ വന്നപ്പോ തന്നെ നോക്കിയത്, നിന്റെ മൈൻഡൊന്നും വിടല്ല. എന്ത് സംഭവം എന്താ? അത് ഇന്നലെ നമ്മുടെ ടിക്കറ്റ് അടിക്കാൻ പോയിരുന്നു. അപ്പൊ ഡോക്ടറെ, എന്താണ് ഡോക്ടർ പേര്? അർച്ചന. അയാളെ കണ്ടപ്പോ തന്നെ ക്രഷ് അടിച്ച്. എനിക്ക് നിന്നേവരായിട്ട് ഒരാളോട് ക്രഷ് തോന്നാത്തല്ലേ, പക്ഷെ അയാളെ കണ്ടപ്പോ സീരിയസ് ആയിട്ട് പറയാലോ, ഭയങ്കര ഇഷ്ടമായി. അയാളാ കെയറിങ്ങും സംസാരം. ഞാൻ ഇഞ്ചക്ഷൻ അടിക്കാം പിടിച്ച് നിൽക്കുന്ന ആ ടൈമിൽ അയാൾ വന്ന് അപ്പൊ ഭയങ്കര ആശ്വാസം ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എനിക്ക് അപ്ലൈ സംശയം ഉണ്ടായിരുന്നു. നീ അയാളെ ഭയങ്കര നോട്ടായിരുന്നു. നീ ഇന്നേവരായിട്ട് ഒരു പേഴ്സണെ നോക്കണേ കണ്ടിട്ടില്ല. പിന്നെ ക്ലാസ്സിൽ എത്തിയപ്പോൾ നിന്റെ ചിന്തയ്ക്ക് എനിക്ക് മനസ്സിലായി, നിന്നെ ഞാൻ ഇന്നും ഇന്നലും കാണാൻ തുടങ്ങിയതല്ലോ. എടാ, ചിലപ്പോൾ അയാൾ കമ്മിറ്റഡോ അല്ലെങ്കിൽ അയാളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ. എന്തിനാ പറഞ്ഞാൽ നമ്മൾ ഹോപ്പ് കൊടുക്കേണ്ട ആവശ്യം എന്തിനാ? അപ്പോൾ നീ പഠിക്കാൻ നോക്കുക, ആദ്യം ഇതൊന്നും ആലോചിക്കാതെ. ജസ്റ്റ് ഒരു ക്രഷ് അല്ലേ എടാ? ഇത് ജസ്റ്റ് ഒരു ക്രഷ് അല്ല, സീരിയസ് ആയിട്ട് പറയാലോ, ക്രഷ് അല്ല. ഭയങ്കര ഇഷ്ടമായി, ബട്ട് അയാൾ കമ്മിറ്റഡ് അല്ല. ഞാൻ മറ്റേ ആ സിസ്റ്ററോട് ചോദിച്ചു, മാരീഡ് ആണോ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, സാറിന് അതിനോട് താല്പര്യമില്ല, എന്താണ് കുറേ ഗേൾസ് പുറകെ നടക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനം. ഇനി 10 ഇഞ്ചക്ഷൻ എടുക്കാല്ലേ, അപ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ ഡോക്ടർ കാണും ചെയ്യാം. ചിലപ്പോൾ ഫീലിങ്സ് തോന്നിയാലോ. എടി ഭയങ്കര അപ്പോൾ നീ സിസ്റ്റർ വലയിലാക്കില്ലേ, നടക്കട്ടെ. എന്താ മുഖത്ത് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. ക്യാനീൻ പോയ എന്നിട്ട് സമൂസ ചായ വാങ്ങിക്കട്ടെ. എന്ത് സമൂസ ചായ?
അയ്യടാ നീ നടന്നേ പഠിക്കണ്ട. ഓ അപ്പൊ അങ്ങനെയൊക്കെ ആയില്ലേ. ഇനി വായോട്ടോ, ഐഡിയ ഒക്കെ ചോദിച്ചിട്ട് വായോ. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സപ്പോർട്ട് ഉണ്ടാവൂലേ. ഓ എനിക്കും വരും ഒരവസരം, അപ്പൊ ഞാനും കാണിച്ചു തരണ്ട കേട്ടാ. മുതലാക്കണില്ല നീ, തരാം. എന്നെ കൊണ്ട് അതിനല്ലേ പറ്റൂ. ഇതൊക്കെ ഒരു രസല്ലേ. അച്ചോടാ, ആര് പറഞ്ഞു വേദനാവുന്ന? ഒരു ചെറിയ വേദനയില്ലേ മോളെ, പനിയൊക്കെ മാറണ്ടേ? മോളെ കുട്ടികളായി കാണിച്ചു തന്നാല് ഡോക്ടറെങ്കിൽ വലിയ മുട്ടായ വാങ്ങി തരണ്ടേ? പ്രോമിസ്. എന്റെ മോളെ ഡോക്ടറെങ്കിൽ പറ്റിക്കോ? കരയാതെ കൈ കാണിച്ചു തരാണെങ്കിലും മരുന്ന് കുട്ടിക്കാണെങ്കിലും ഡോക്ടറെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോ വലിയ ചോക്ലേറ്റ് വാങ്ങി തരാട്ടോ. റിയ നോക്കി എന്ത് ക്യൂട്ടാണ് ഡോക്ടറെ കാണാന്. എന്നാ രസമായിട്ടാണ് ആ കുട്ടികളൊക്കെ പറയണെന്ന് അറിയാം. ഞങ്ങൾ കുറച്ചു നേരമായി എത്തിയിട്ട്. അപ്പോൾ ഡോക്ടർ ആ കുട്ടിക്ക് ഇഞ്ചക്ഷൻ അടിക്കണമെന്ന് ജസ്റ്റ് നോക്കി നിന്നു. മോളെ, ഇതാണ് മോളെ പോലെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയുള്ള ചേച്ചി. ആ ചേച്ചിക്ക് ഡോക്ടർ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തപ്പോ ചേച്ചിന്റെ പേടിയൊക്കെ പോയി അല്ലേ? അതെ അതെ, ഡോക്ടർ ചേച്ചിക്ക് വലിയ ചോക്ലേറ്റ് വാങ്ങി തന്നു. ഇഞ്ചക്ഷന്റെ പേടിയൊക്കെ മാറിയോ? അത്രേ ഉള്ളൂ. ഇഞ്ചക്ഷന്റെ പേടുണ്ടെന്ന് വെച്ചാല് പേടുണ്ട്, പക്ഷെ പണ്ടത്തെ അത്ര പേടിയൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമില്ല. എന്തിനാ ടെൻഷന്? ഞാനില്ലേ കൂടെ. ദേവപ്രിയ, നീയല്ലേ ഈ ടീമിന്റെ ലീഡർ? എന്തായി മെഡിക്കൽ ക്യാമ്പിൻ്റെതൊക്കെ? സാറേ, എനിക്കൊരു ഡോക്ടറെ അറിയാം. ഞാൻ ആ ഡോക്ടറോടൊന്ന് സംസാരിച്ചിട്ട് റെഡിയാക്കിക്കൊണ്ട്. നാളല്ലേ ക്യാമ്പ്? ഞങ്ങളിന്ന് പോയിട്ട് ഡോക്ടറെ കാണാൻ പോവാം. അപ്പൊ അതിനൊക്കെ റെഡിയാവില്ലേ? ഓക്കെ, ആൾക്കാരൊക്കെ സെറ്റ് ആയതുകൊണ്ട് കുറെ പേഷ്യൻസ് വരും, നിങ്ങൾക്ക് വരും. ഡോക്ടറോട് പോയിട്ടൊന്ന് സംസാരിക്കുക, ഒക്കെ സെറ്റ് ആക്കിയിട്ട് പോരെ. ഡോക്ടർ അല്ല, തന്റെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ഡേറ്റ് ഇന്നലല്ലോ, നെക്സ്റ്റ് വീക്കല്ലേ? പിന്നെന്താ താനിവിടെ? ഞങ്ങളില്ലേ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വന്നതാ. ഞങ്ങൾ കോളേജിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സ്ഥലത്തെ കുറേ പാവപ്പെട്ട ജനങ്ങളുണ്ടല്ലോ, പാവപ്പെട്ട രോഗികൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടറെന്ന് വിചാരിച്ചാൽ ഡോക്ടറും പിന്നെ ഇവിടുത്തെ കുറേ ഡോക്ടർമാരും നഴ്സുമാരും വന്നിട്ട് ചെക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമോ? ഓ, പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയില്ലേ? ആണോ? നാളെ ഞങ്ങൾക്ക് ഉച്ചനേശം ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. രാവിലെയൊക്കെ ഡോക്ടേഴ്സ്മാരെ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. താൻ കുറച്ച് നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ ആക്കായിരുന്നു. ഉച്ചനേശം പറ്റുള്ളൂ. ഓ സാർ, വലിയ ഉപകാരം. ഉച്ചനേശം മതി. താങ്ക് യു സാർ. താങ്ക് യു സാർ. കുറേ ആൾക്കാർക്ക് സാറിൻ്റെ മനസ്സ് കാരണം കുറേ പാവപ്പെട്ട ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി.
പിന്നെ ഞങ്ങൾ സാറ് ചോദിച്ച് നിങ്ങൾക്ക് എത്രയാണ് ക്യാഷ് വേണ്ടിയതെന്ന്. ഞാൻ പാവപ്പെട്ട ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ ക്യാമ്പൊക്കെ നടത്തൽ, മനസ്സിലായോ? പിന്നെ താൻ പൈസയുടെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, ഓക്കെ? എന്ത് പറ്റൂലാന്ന് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചിട്ട് നീ ഡെയർ ചൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അർജുൻ ഡോക്ടറോട് നിന്റെ ഇഷ്ടം തുറന്നു പറയാൻ. അതൊന്നും പറ്റൂല, ഞങ്ങളില്ലേ കമ്പനി ആയിട്ട് വരണുള്ളൂ, കുറച്ചും കൂടി ടൈം വേണം എന്നിട്ട് പ്രപ്പോസ് ചെയ്യാം. എന്ത് കുറച്ചും കൂടി ടൈം വേണം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ ട്രൂത്ത് ഓർ ഡെയറിൽ തോറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോണ്ടി. എനിക്കന്ന് നല്ല ഓർമ്മ ഉണ്ട്, മറ്റേ സീനിയേഴ്സിനോട് പോയിട്ട് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്തിരുന്നു. അതേപോലെ നീ ഇതും ചെയ്യണം, ഓക്കെ? പിന്നെ നാളെ ഡോക്ടറെ അടുത്ത് പോവില്ലേ, അപ്പൊ ഞാനും കൂടെ വരാം. മോളെ പറഞ്ഞിട്ടില്ലെങ്കിൽ നീ തീർന്നു. അയ്യോ ഇന്ന് പറഞ്ഞില്ല, അടുത്ത വീക്ക് പറയാ. കയ്യും കാലും വേദനിച്ചിട്ട് വയ്യ. ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ട്രൂത്ത് ഓർ ഡെയർ അത് കളിച്ചതാണ്, നീ എന്തായാലും എന്ന് പറയും. ഡോക്ടറെ എനിക്കൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ആടാ താൻ പറഞ്ഞു, ബട്ട് മറ്റേ ഇന്നലത്തെ ക്യാമ്പിന്റെ ക്യാഷിന്റെ കാര്യമാണെങ്കിൽ അത് പറയാൻ നിൽക്കണ്ട, ഓക്കെ? ഡോക്ടറെ ചീത്ത പറയരുത്. എനിക്ക് ഡോക്ടറെ അന്ന് കണ്ട മുതൽ തന്നെ കൃഷി അടിച്ചത്, വെറും കൃഷിയല്ല, സീരിയസ് ആയിട്ട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറെ. ഡോക്ടർ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാർട്ട് ഇങ്ങനെ ഇടിക്കും. പിന്നെ ഡോക്ടറെ ഞാൻ ഡോക്ടറെ കെട്ടിട്ട് അല്ല സോറി ഡോക്ടറെ എന്നെ കെട്ടണം. അത്രയ്ക്കും സീരിയസ് ആണ്. ഞാൻ ടൈം പാസിനൊന്നല്ല ഡോക്ടർ. എന്നാൽ ശരി ബൈ. ഡോക്ടർ ഒന്ന് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ശരി ഡോക്ടറെ, ഞാൻ പോയി. സിസ്റ്റർ ഇവിടുത്തെ അർജുൻ ഡോക്ടറോട് ഡോക്ടർ ഇന്ന് തനിക്ക് ഇഞ്ചക്ഷൻ അടിക്കാനില്ല. ഡോക്ടർ ഒരു അർജൻറ്റായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയിരിക്കണം. അർജുൻ ഡോക്ടറെ ഇന്നലെ എന്നെ ഇഞ്ചക്ഷൻ അടിക്കാതെ പോയില്ലേ? താനെന്താ ഇവിടെ ഇന്നലത്തോടെ തന്നെ ട്രീറ്റ് കഴിഞ്ഞതല്ലേ, പിന്നെന്താ? പിന്നെ താൻ മാത്രമല്ല എനിക്ക് പേഷ്യൻ്റായിട്ടുള്ളത്, കുറേ ആൾക്കാരുണ്ട്, അവരുടെ അടുത്തേക്കും എനിക്ക് പോകണം. അത് താൻ ചെല്ലാൻ നോക്കോ? ഡോക്ടർ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ആലോചിച്ചോ? എടാ ഞാനൊരു ഡോക്ടറാണ്, താനൊരു സ്റ്റുഡൻറ്റ്, ഓക്കെ? പിന്നെ തനിക്ക് കുറേ പഠിക്കാനുണ്ടാവും. പിന്നെ എനിക്ക് പ്രണയിച്ച് നടക്കാൻ ടൈമുമില്ല, ഓൾറെഡി എൻ്റെ കല്യാണം ഉറപ്പിച്ചാണ്. പിന്നെന്താ? പിന്നെ തന്നോടൊരു ഫീലിങ്സും ഇല്ല. താൻ ഈ നേരം കൊണ്ട് പഠിക്കാൻ നോക്ക്, ജസ്റ്റ് ഒരു ഫീലിങ്സ് അല്ലേ, മറക്കാൻ വിചാരിച്ചാൽ മറക്കും, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ പുറകെ നടന്നിട്ട് ശല്യം ചെയ്യാതിരിക്കുക, ഓക്കെ? ഡോക്ടറെ കല്യാണം ഉറപ്പിച്ചില്ല എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. എനിക്ക് പിന്നെ ജസ്റ്റ് ഒരു ഫീലിങ്സ് മാത്രമല്ല, അതങ്ങനെ ഇങ്ങനെ മറക്കാനും പറ്റില്ല. എനിക്ക് ഇതുവരെയായിട്ട് ഒരു ബോയ്സിനോട് തോന്നിയിട്ടില്ല, പിന്നെ ആ ഡോക്ടറോട് തോന്നി. പിന്നെ ഞാൻ അത്യാവശ്യത്തിന് പഠിക്കണമൊക്കെ ഉണ്ട്, എൻ്റെ പഠിപ്പ് ഈ വർഷത്തോടെ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടാമല്ലോ. ഓ അങ്ങനെ. പക്ഷേ എനിക്ക് തന്നോടൊരു ഫീലിങ്സ് ഇല്ല. ഇപ്പം ഞാൻ നിന്നോട് നല്ല രീതിയിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട് പോലെ ഞാൻ നിന്നോട് സംസാരിക്കുന്നുണ്ട്, ബട്ട് നീ എൻ്റെ പുറത്ത് വന്നാൽ പിന്നെ അതുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഓക്കെ? ഓ അങ്ങനെ ആ ഫീലിങ്സ് ഞാൻ വരുത്തിച്ചുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഡോക്ടറെ കാണുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും. എന്താ വെച്ചേ, തനിക്കെന്ത് തീരെ വയ്യേ, സുഖയില്ലേ? തനിക്ക് വേറൊരു പണിയില്ലേ? എൻ്റെ പണിയാണ് സാറിൻ്റെ പുറകെ നടന്നിട്ട് എന്നോടുള്ള ഫീലിങ്സ് തോന്നിപ്പിക്കൽ, ഓക്കെ? അർജുൻ ഡോക്ടറെ നീ ഡോക്ടറെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് 1 year ആയി. അയാളാണെങ്കിൽ തന്നെ മൈൻഡ് ചെയ്യണില്ല, നീയാണെങ്കിലോ അയാളുടെ പുറകെ തന്നെ നടക്കാം. അത് നിർത്തിക്കൂടെ എനിക്ക്? നീ പറഞ്ഞ ശരിയാണ്, പക്ഷെ എത്ര ആയിന്നറിയും ഞാൻ
പുറകെ നടന്നിട്ട് എന്നെ ഒരു മൈൻഡ് പോലും ആക്കുന്നില്ല. അതൊക്കെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. ഞാൻ നാളെ കൂടി പോകും. ഞാൻ ചോദിക്കണം എന്താ തീരുമാനമെന്ന്. നോന്നാണെങ്കിൽ വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരാളോട് ഫോഴ്സ് ചെയ്തിപ്പിച്ചിട്ട് ഒന്നും ഇഷ്ടം നമുക്ക് വരൂലല്ലോ. NCS Tamil BGM. NCS Tamil BGM. ഡോക്ടറെ, ഇവളാരാ? കുറെ ദിവസമായി ഞാൻ നിങ്ങളെ കൂടെ ഇവിടെ കാണുന്നു. ആരാണ്? ഞാൻ നിങ്ങളെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് 1 year ആയി. നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറ. ഞാൻ തന്നോട് പറഞ്ഞിരുന്നു എന്റെ പുറകെ നടക്കാൻ. പറഞ്ഞിട്ടില്ലല്ലോ. താനാണ് എന്റെ പുറകെ നടന്നത് ശല്യം ചെയ്യുന്നത്. സൈക്കിളിന് ഒരു പരിധി ഉണ്ട്. നീ ഒരു സ്റ്റുഡന്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാത്തത്. പറഞ്ഞ കുറച്ച് കൂടി പോകും. ഞാൻ തന്നോട് എന്റെ പുറകെ നടക്കാനും പറഞ്ഞിട്ടില്ല. എനിക്ക് തന്നെ ഒരു ഫീലിങ്സ് ഇല്ലേ, ഇഷ്ടമല്ല. ഓക്കെ. പിന്നെ ഇവളാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എന്റെ വീട്ടുകാര് ഉറപ്പിച്ചിരുന്നാണ് കല്യാണം. അടുത്ത മാസമാണ് കല്യാണം. അപ്പൊ താൻ എന്തായാലും വരണം. ഇനി ഞാൻ ഡോക്ടറെ പുറകെ നടക്കൂല, ഉറപ്പാണ്. ഡോക്ടർ കൺമുന്നിത്തിന് ഞാൻ വരില്ല. ഇത്ര നാളും ഞാൻ വന്ന് ഉറപ്പിച്ചതിന് റിയലി സോറി ഡോക്ടർ. ബൈ, ഗുഡ് ബൈ. ദൈവം കണ്ണു തുറക്കണം. എനിക്ക് അടുത്തും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ എന്താ ഇവിടെ? ദൈവം, ഐ റിയലി സോറി. ഞാൻ അപ്പത്തെ നിന്നെ ജലസാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ എനിക്കറിയില്ല നീ അങ്ങനെയൊക്കെ ചെയ്യുന്നു. ക്ഷമിക്കുന്നോട് ക്ഷമിക്ക്. ഡോക്ടർ തന്നെ കഴിഞ്ഞത് ഞാൻ ഡോക്ടർ കൺമുന്നിത്തിന് വരില്ല. നീ അങ്ങനൊന്നും പറയല്ലടാ. എനിക്ക് നീ അല്ലാതെ പറ്റൂല. പിന്നെ ഞാൻ പിന്നെ നിന്നെ മൈൻഡ് ആക്കിയത് എന്താന്ന് വെച്ചാല്, പിന്നെ നമ്മള് കമ്മിറ്റഡ് ആയാലും നീ പഠിത്തത്തിനോടൊന്നും ഫോക്കസ് ചെയ്യില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഐ എം റിയലി സോറി. ഐ ലവ് യുടാ. ലവ് യു സോ മച്ച്.